ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് സുധീഷേട്ടൻ്റെ തറവാട്ടിലൊരു കല്യാണം. അപ്പം എന്നും എണിക്കാത്ത ഏറ്റവും കൂടുതൽ ഉറക്കമുള്ള ഒരു കുട്ടിയാണ് എൻ്റെ ചെറുത്. അവളാണ് ഇന്ന് ഏറ്റവും നേരത്തെ എണിച്ചിട്ട് അവളുടെ ഡ്രസ്സും മുടിയും ഒക്കെ അവൾ അറേഞ്ച് ചെയ്യുന്നത്. 5-5:30 ആയിട്ടുണ്ട് ടൈം. ആ ടൈമിൽ എണിച്ചിട്ടവൾ ഭയങ്കര മേക്കപ്പ് കണ്ട. പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും കാണില്ല, ഒരേ ഉറക്കം പുറത്ത് മൂടിയിട്ട് ഒന്നും കൂടി കിടന്നുറങ്ങും. കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും എണിച്ചിട്ട് ഇതാണ് അവസ്ഥ. എല്ലാവരുടെ വീട്ടിൽ ഇതാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ വീട്ടിൽ ഇതാണ്. അങ്ങനെ എല്ലാവരും എണീറ്റു ഗൈസ്. നമ്മൾ കല്യാണത്തിന് പോകുന്ന ഒരുക്കത്തിൽ. അപ്പം കിച്ചു എണീറ്റ് മുത്തിന് വരാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ യാത്രയായി. സുധീഷേട്ടൻ്റെ ഏട്ടനില്ല, സുധീഷേട്ടൻ്റെ വലിയച്ഛൻ്റെ മോളെ കല്യാണം. അപ്പോൾ മുടി കെട്ടാൻ നോക്കുമ്പോൾ ക്ലിപ്പില്ല, എല്ലാം ഇവരെടുത്ത് കുത്തി. അങ്ങനെ അവസാനം ഫാൻസി തപ്പി ഇറങ്ങിയത്. രാവിലെ ആയതുകൊണ്ട് 6 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് ഫാൻസിയെല്ലാം തുറക്കുമ്പോൾ എന്തായാലും 9 മണിയാവും. അപ്പം അത് നോക്കി പോയതായിരുന്നു. സാരി കൊടുത്തിട്ടൊന്നും സെറ്റായിട്ടില്ല, പക്ഷെങ്കിലും കുഴപ്പമില്ല. അവിടെ പോയി എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ നിന്ന് കയറിയിട്ടൊക്കെ ആകുമ്പോൾ സെറ്റാവും. അവിടെ പോയി നോക്കാം. പോകുന്ന വഴിക്ക് നമ്മൾ നല്ല ഹോട്ടലിൽ കയറി ചായ കുടിച്ച്. ഇപ്പോൾ രാവിലെ വലിയ ഇതൊന്നും ഇല്ല. കടലക്കറിയൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ബാജിയും നൂൽപ്പുട്ടും മേടിച്ച്, പിള്ളേർ കടലും നൂൽപ്പുട്ട്, മോളും കിച്ചു അങ്ങനത്തെ അപ്പം എന്തോ വാങ്ങിച്ച്. അങ്ങനെ നമ്മൾ കല്യാണം വീട്ടിലെത്തി. കഴിച്ച് ഉച്ചയായി. ഇവിടെ എത്തുമ്പോൾ ഫുള്ള് തിരക്കും ചൂടും. അങ്ങനെ കുറേ ആൾക്കാരെ കണ്ടു, സെൽഫി എടുത്തും. സൂപ്പറായിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു കല്യാണവും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് എല്ലാവരും ഒത്തുപോവുക. നമ്മുടെ ഏറ്റവും വലിയ അമ്മാവൻ സുധീഷേട്ടൻ്റെ വീട്ടിലെ ഏറ്റവും മൂത്ത കാർന്നോർ കല്യാണ പെണ്ണും ചെക്കനാണ് ഗൈസ്. അതിൻ്റെ വീഡിയോ പാട്ടൊന്നും ഇടാൻ പറ്റാത്ത കൊണ്ടാണ് മിസ്സാക്കിയത്. എല്ലാ കുടുംബക്കാരാണ്, എങ്ങനെ നോക്കിയാലും വളഞ്ഞ് തിരിഞ്ഞ കുടുംബക്കാരായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നപ്പം സദ്യ ആണെന്ന് പറഞ്ഞപ്പോൾ പിള്ളേർ തുടങ്ങി സദ്യ ആണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സദ്യ ആയതുകൊണ്ട് ഗൈസ് ഇവരിങ്ങനെ ഇരിക്കുന്നത്. നല്ല സദ്യയായിരുന്നു, നല്ല വെജിറ്റബിൾ. കുറേ കാലമായി നല്ല സദ്യ കഴിച്ചിട്ട്. പക്ഷെ പായസം തീർന്നു ഗൈസ്, പായസം കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ നല്ല ഫുഡെല്ലാം കഴിച്ചിട്ട് നന്നായിട്ട് കഴിച്ചു. എന്നിട്ട് നോക്കുമ്പം ഇവരൊക്കെ ഓരോ ബിസി ആയിട്ട് പിള്ളേരെടുത്ത വീഡിയോസാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പെണ്ണ് ചെക്കൻ്റെ വീട്ടിൽ പോയി. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് ചെക്കൻ്റെ വീടൊന്ന് കാണണം എന്ന് വിചാരിച്ച് പോകുന്ന വഴിക്ക് അനിയന്മാരുടെ ഒരു കലാവിരുന്ന് നമ്മളെ കാണാണ്ട് എന്തെല്ലാം ഒപ്പിക്കുവാണ്. മെല്ലെ ഒന്ന് വീഡിയോ എടുത്തതാണ് കാണാണ്ട്. അങ്ങനെ നമ്മൾ അമ്മാവനെ കണ്ടില്ലേ, മാമൻ്റെ ഭാര്യ, അമ്മായിനെയും കൂട്ടി നമ്മൾ നേരെ ചെക്കൻ്റെ വീട്ടിൽ പോയി. അവിടെ ആകുമ്പോഴത്തേക്ക് ബിരിയാണി കിട്ടി ഗൈസ്. കണ്ട ചിരിക്കുന്നത്. അവിടെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതാണ് ബിരിയാണി കണ്ടപ്പോഴത്തേക്കും ഫോണിൽ ചാർജില്ലായിരുന്നു. എല്ലാം കഴിച്ചിട്ട് എല്ലാവരും കിടന്ന് ഉറക്കുക. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ടാറ്റ ബൈ. അടുത്ത